നമസ്കാരം. കേരളത്തിലെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വിധി 29/10/2025 കേരള ഹൈക്കോടതി പുറപ്പെടുവിക്കുകയുണ്ടായി. 2020 മുതൽ സഹകരണ മേഖലയിലെ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികളെ സംബന്ധിച്ച് അവർ കൊടുക്കുന്ന പലിശയ്ക്ക് TDS വേണം എന്ന അമെൻമെന്റിന് എതിരെ ആയിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേരളത്തിലെ മിക്കവാറും നല്ലൊരു ശതമാനം കോപ്പറേറ്റീവ് ബാങ്കുകളും അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളും റിട്ട് പെറ്റീഷനായിട്ട് പോയത്. അതിൽ 194A(3) അതായത് സഹകരണ സംഘങ്ങൾക്ക് കിട്ടുന്ന പലിശ, അതേപോലെ സഹകരണ സംഘങ്ങൾ കൊടുക്കുന്ന പലിശ, അതിനൊക്കെ TDS വേണം എന്ന 2020 ഇൻകം ടാക്സ് ആക്ടിലെ അമെൻമെന്റ് അതിന്റെ തീരുമാനം ആയി. ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റികളെ സംബന്ധിച്ചിടത്തോളം അവർ ക്യാഷ് വിത്ഡ്രോവൽ നടത്തുമ്പോൾ 50 കോടി കഴിഞ്ഞു കഴിഞ്ഞാൽ 2% TDS പിടിക്കണം എന്നുള്ള സെക്ഷൻ 194(n) വിധിയാണ് വരേണ്ടത്. അത് ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ മുന്നിൽ പെൻഡിംഗ് കിടക്കുകയാണ്. നേരത്തെ, അതായത് 2020 ഫിനാൻസ് ആക്ടിന് മുമ്പ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുക്കുന്ന പലിശ അതിന് TDS പിടിക്കണ്ട എന്നൊരു സിറ്റുവേഷനായിരുന്നു. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പല ബാങ്കിലും അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ഉണ്ടാവും. ആ ഡെപ്പോസിറ്റും കോപ്പറേറ്റീവ് സൊസൈറ്റികളും പലിശ കൊടുക്കണ്ട എന്നൊരു സ്ഥിതിയായിരുന്നു. എന്നാൽ 2020 ആ ഒഴിവ് സെക്ഷൻ 194A(3)(5) എന്ന എക്സംഷൻ ക്ലോസ് അമെൻഡ് ചെയ്തു. അതനുസരിച്ച് മുൻ വർഷത്തെ ടേൺ ഓവർ, അല്ലെങ്കിൽ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ മൊത്തം റെസീറ്റ് അല്ലെങ്കിൽ മൊത്തം വിൽപ്പന 50 കോടി കഴിഞ്ഞ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അംഗങ്ങൾക്ക് നൽകുന്ന പലിശ 40,000 രൂപ ഒരു വർഷമുണ്ടെങ്കിൽ, സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 രൂപ കവിഞ്ഞാൽ TDS പിടിക്കണമെന്നുള്ളൊരു ക്ലോസ് ആണ് അമെൻമെന്റായി കൊണ്ടുവന്നത്. അത് 1/4/2025 സീനിയർ സിറ്റിസണിന്റെ ലിമിറ്റ് 1,00,000 രൂപ അന്നാക്കുകയും അല്ലാത്ത കാര്യങ്ങളിൽ 50,000 രൂപ ആക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ വലിയ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ TDS ബാധ്യതയിലേക്ക് കടന്നു. ഈ കേസിൽ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഫയൽ ചെയ്ത റിട്ട് പെറ്റീഷനിലെ പ്രധാന വാദങ്ങൾ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പലിശ വരുമാനം സെക്ഷൻ 80(2)(d) പ്രകാരം ഡിഡക്ഷൻ ലഭിക്കുന്നതാണ്. അതിനാൽ യഥാർത്ഥ ടാക്സ് ലയബിലിറ്റി ഇല്ല. പിന്നെ എന്തിനാണ് TDS പിടിക്കുന്നത്? TDS ബാധ്യത സെക്ഷൻ 80(p)യുടെ ആനുകൂല്യം നിഷേധിക്കുന്നു. അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണ്. 50 കോടി ടേൺ ഓവർ വ്യവസ്ഥ വലിയ സംഘങ്ങളെ വിവേചനം ചെയ്യുന്നു. 50 കോടി ഇല്ലാത്തവർക്ക് ഈ ആനുകൂല്യം കിട്ടും, അപ്പൊ അത് വിവേചനം ചെയ്യും. സ്വാഭാവികമായും ഇപ്പൊ നിലവിലുള്ള അംഗങ്ങള് TDS ഒഴിവുള്ള ചെറിയ സംഘങ്ങളിലേക്ക് അവരുടെ ഡെപ്പോസിറ്റ് മാറ്റാൻ സാധ്യതയുണ്ട്. എന്നാൽ ആദായ വകുപ്പിന്റെ നിലപാട് എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 80(p) ഒരു ഡിഡക്ഷൻ ആണ്, അതിന് കണ്ടീഷനുണ്ട്. അതിനാൽ ഒരു എക്സംഷൻ, ഒരു സോൾ എക്സംഷൻ അല്ല. അതുകൊണ്ട് TDS പിടിക്കണം. TDS ടാക്സ് മാനേജ്മെന്റിൽ ഒരു മെക്കാനിസം മാത്രമാണ്. TDS പിടിച്ചു എന്ന് വെച്ച് ടാക്സ് ലയബിലിറ്റി വരുന്നില്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആർഗ്യുമെന്റ് അങ്ങനെയാണ്. 50 കോടി എന്ന ഒരു പ്രൊവൈസോ ഒരു നിയമാനുസൃതമായിട്ട് അതിൽ അനോമലി ഒന്നുമില്ല. 2020 ഭേദഗതി നിയമപരമായി ശരിയാണ്. പാർലമെന്റിന് പൂർണ്ണ അധികാരം അത്തരത്തിലുള്ള നിയമ നടപടികൾക്ക്, അങ്ങനെയുള്ള അമെൻമെന്റിന് ഉണ്ട് എന്നാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ആർഗ്യുമെന്റ് ഉണ്ടായത്. എന്നാൽ കോടതിയുടെ ഫൈൻഡിങ്സ് സെക്ഷൻ 80(p)
ഡിഡക്ഷൻ ആണ്, എക്സംഷൻ അല്ലേ അല്ല. അതിനാൽ TDS പിടിക്കാവുന്നതാണ്. റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ റീഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ ലഭിക്കുമല്ലോ. 50 കോടി എന്ന പ്രൊവൈസോ യുക്തിസഹമാണ്. ചെറിയ വലിയ സംഘങ്ങൾ തമ്മിലുള്ള ഒരു പാരിറ്റി, ഒരു വ്യത്യാസം അവിടെ ഇല്ല. അങ്ങനെ ഒരു തർക്കത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. ആർട്ടിക്കിൾ 14 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 19(1)(g) ഈ 2020 അമെന്റ്മെന്റ് കൊണ്ട് ലംഘിച്ചിട്ടില്ല.